നമസ്കാരം. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര അവസാനിച്ച ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ്. 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ആദ്യത്തെ T20 പരമ്പര ഇന്ത്യ തൂത്തുവാരിയപ്പോൾ ഏകദിന പരമ്പര തോറ്റു. ഈ 2 പരമ്പരയിലും ഗംഭീർ തൻ്റേതായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇനി ടെസ്റ്റിൽ എന്ത് പരീക്ഷണമാകും ഗംഭീർ നടത്തുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ബംഗ്ലാദേശ് ദുർബലരായ ടീമായതിനാൽ തന്നെ ഗംഭീർ ധൈര്യത്തോടെ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സർപ്രൈസായി ഇടം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. സൂര്യകുമാർ യാദവിന് ഗംഭീർ ടെസ്റ്റിലും അവസരം നൽകുമെന്നാണ് നിലവിലെ വിവരം. ഇപ്പോഴത്തെ T20 നായകനായ സൂര്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ കണക്കുകൾ തീരെ മോശമല്ല. അല്പം ആക്രമണോത്സുകതയോടെ കളിക്കുന്ന താരങ്ങൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വേണം എന്നാണ് ഗംഭീറിൻ്റെ നിലപാട്. സൂര്യകുമാർ യാദവ് മൈതാനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഷോട്ട് കളിക്കാൻ കഴിവുള്ള താരമാണ്. ഇന്ത്യക്കായി ഒരു ടെസ്റ്റ് മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിശ്രമത്തിലുള്ള സൂര്യകുമാർ യാദവ് മുംബൈക്കായി ആഭ്യന്തര ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇതിൻ്റെ ഭാഗമായി താരം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ടീം ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഗൗതം ഗംഭീർ സൂര്യകുമാറിന് വലിയ പിന്തുണ നൽകുന്ന പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ സൂര്യകുമാറിനെ ഗംഭീർ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. മറ്റൊരു താരം സഞ്ജു സാംസണാണ്. ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ സഞ്ജുവിനോട് ഗംഭീർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മികവ് കാട്ടാനായാൽ സഞ്ജുവിന് 2ാം വിക്കറ്റ് സ്ഥാനത്തേക്ക് പരിഗണന ലഭിച്ചേക്കും. നിലവിൽ ഋഷഭ് പന്താണ് 1ാം നമ്പർ കീപ്പർ. ധ്രുവ് ജുറൈൽ, ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നിവരെല്ലാം ടെസ്റ്റിൽ 2ാം വിക്കറ്റ് കീപ്പർ സ്ഥാനം നോട്ടമിടുന്നവരാണ്. രാഹുൽ ടീമിലുണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് തന്നെ 2ാം വിക്കറ്റ് കീപ്പറായി സ്പെഷ്യലിസ്റ്റ് കീപ്പറെ തന്നെയാകും തിരഞ്ഞെടുക്കുക. ഈ റോളിലേക്ക് സഞ്ജുവിന് അവസരം ലഭിച്ചാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല. റയാൻ പരാഗിനും ടെസ്റ്റ് ടീമിലേക്ക് ഒരുപക്ഷെ വിളി ലഭിച്ചേക്കും. അവസാന ആഭ്യന്തര സീസണിൽ തകർപ്പൻ പ്രകടനമാണ് റയാൻ പരാഗ് കാഴ്ചവെച്ചത്. ഓൾറൗണ്ട് പ്രകടനം നടത്താൻ പരാഗിന് സാധിക്കുന്നുണ്ട്. അതിവേഗം റൺസ് ഉയർത്താനും കഴിവുണ്ട്. ഇതിനോടകം ഇന്ത്യക്കായി T20 ഏകദിന പരമ്പരയിൽ പരാഗ് അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. മോശമല്ലാത്ത പ്രകടനവും അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്ക് പരാഗിന് വിളി ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഗംഭീർ വലിയ പിന്തുണ നൽകുന്ന താരങ്ങളിൽ ഒരാളാണ് റയാൻ പരാഗ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ പരാഗ് വരാൻ സാധ്യതകൾ ഉണ്ട്. ഇനി മറ്റൊരു താരം അർഷ്ദീപ് സിംഗ് ആണ്. നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം കയ്യൻ പേസർമാരില്ല. മുഹമ്മദ് ഷമി തിരിച്ചു വരാൻ ഒരുങ്ങുന്നത് ഇന്ത്യക്ക് പോസിറ്റീവ് വശമാണ്. എന്നാൽ ഇടം കയ്യൻ പേസർമാരുടെ ദൗർബല്യം ഇന്ത്യയെ വേട്ടയാടുന്നതായിരിക്കും. ഇതിന് പരിഹാരം കാണാൻ അർഷ്ദീപ് സിംഗിന് ടെസ്റ്റ് ടീമിലേക്ക് വിളി നൽകാൻ സാധ്യതകൾ കൂടുതലാണ്. ഹർദിക് പാണ്ഡ്യയെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനും ഗംഭീർ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ഹർദിക് ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടതായി ഉള്ളത്.